Good morning, all. Good morning, ma'am. Okay. Can you start the voice from here now? Can you start the voice from here now? Okay, number many at the okay. And those are in the voice from the approaches of employee relations were object. Okay, from the approaches starting, approaches of employees relations. Okay, so any kind of last letter to the voice no key, then the kingdom doubt tell and I know. This second on the cover, actors. Okay, then approaches the radio. Okay, നമുക്ക് മനസ്സിലാകും എന്താണ് എംപ്ലോയിയുടെ റിലേഷൻസ് അവിടെ വ്യത്യസ്ത രീതിയിൽ തന്നെ അവിടെ തൊഴിലാളികള് തൊഴിലുടമയും നല്ല ബന്ധം പുലർത്തുന്നതോടൊപ്പം തന്നെ മറ്റു വ്യക്തികളുമായിട്ടൊരു നല്ല അഭേദ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് അല്ലെ. എങ്കിൽ മാത്രമാണ് ഇൻഡസ്ട്രിക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ മനസ്സിലാക്കുക എന്തായാലും പ്രധാനമായി പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതികളിൽ തന്നെ ഇപ്പോ താഴെ നമ്മൾ വിമർശിക്കുന്നത് തന്നെയാണ് ഓരോരുത്തരുടെയും നിലപാടുകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കാറ്റഗറീസ് ചെയ്തിരിക്കുന്ന വിഭാഗക്കാരെ എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, അതില് പ്രധാനമായിട്ടും ഫസ്റ്റ്ലി എന്താണ് പറയുന്നത് അപ്രോച്ചസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആർ ഫോളോവേഴ്സ്. Approaches of employees relations, psychological approach, then sociological approach, socio-ethical approach, human relation approach, Gandhian approach, governance system approach. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് അപ്രോച്ചില് സൈക്കോളജിക്കൽ അപ്രോച്ചിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ വ്യൂ പോയിന്റ്സിൽ നോക്കുകയാണെങ്കിൽ the psychological approach views the issues of industrial relations as intensely embedded in the attitude and the perception of the key participants. Person had studies the impact of a perception of an individual on his own behavior. അതായത് അവിടെയുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള പെരുമാറ്റ ശാസ്ത്രമുണ്ട്. അവരുടെ ധാരണകൾക്ക് അനുസൃതമായിട്ടാണ് അവിടെ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതായത് ഓരോ കൂട്ടർക്കും വ്യത്യസ്ത നിലപാടുകളായിരിക്കും വരുന്നത്. ആ നിലപാടിനോടനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. In this study, behavior of a two dissimilar group, that is executives and the union leaders. ഈ ഒരു സ്റ്റഡി പ്രകാരം എങ്ങനെയാണ് ഇതിനെ പ്രധാനമായിട്ടും കണക്കിലേക്ക് നോക്കാം. അതിൽ ഒരു ഗ്രൂപ്പില് എക്സിക്യൂട്ടീവ് പദവിയിലുള്ളവര് അതേമാതിരി തന്നെ യൂണിയൻ ലീഡേഴ്സ് ആർ അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് തെർമറ്റിക് പെർസെപ്ഷന്റെ ടെസ്റ്റ് ആണ്. ആ ഒരു ടെസ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയർ ക്യാരക്ടറിനെ അവര് ഓരോ കൂട്ടരും എങ്ങനെയാണ് അത് വിശേഷിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഓരോ വ്യക്തികളും അതായത് ഓരോ കൂട്ടരും എടുക്കുന്ന നിലപാടിനോടനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം അവിടെ ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചസിൽ വ്യക്തമായിട്ട് എടുത്തു പറയുന്നത്. നോക്കാം, ഇൻ ദിസ് സ്റ്റഡി ബിഹേവിയർ ഓഫ് ടു ഡിസിമിലർ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് യൂണിയൻ ലീഡേഴ്സ് ആർ അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്
ടാറ്റ് തെമറ്റിക് അപ്രൻസിൽ ടെസ്റ്റ് അല്ലെ. അതിൽ പറയുന്നത് ടു കണ്ടക്ട് ദ ടെസ്റ്റ് a photograph of an ordinarily middle-aged patient was taken as input and it was expected from both the group of to give their ratings. അതായത് ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സൺസിനെ എടുത്തിട്ട് ഇരുകൂട്ടരും എങ്ങനെയാണ് ആ ഒരു വ്യക്തിത്വത്തെ വിമർശിക്കുന്നത് എന്നുള്ളതാണ്, വീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽസും അതേമാതിരി തന്നെ യൂണിയൻ ലീഡേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇവര് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. The photograph was rated by the groups in a different manner. That is, the union leaders referred to the person in the photograph as a manager, while the group of executive identified it as their union leader in the photograph. Okay, അതായത് ഫോട്ടോഗ്രാഫിലെ യൂണിയൻ ലീഡേഴ്സ് എന്താ പറയുന്നത്, അദ്ദേഹം അല്ലെ ഒരു മാനേജർ ആണ്, ആ ഗ്രൂപ്പിന്റെ മാനേജർ ആയിട്ടാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് എന്താണ്, അത് യൂണിയൻ ലീഡർ എന്നുള്ള ഒരു കൺസിഡറേഷൻ മാത്രമാണ് അവിടെ പ്രത്യേകമായിട്ട് ഫോട്ടോഗ്രാഫിന് കൊടുക്കുന്നത്, അതായത് റാങ്കിങ് വരുന്നത്. It was concluded that the conflict between management and the labor arises every group negatively received in the other one. അതായത് ഇതില് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവും അല്ലെ. മാനേജ്മെന്റിന് ഒരു നിലപാടാണ് എങ്കിൽ അല്ലെ, എങ്കിൽ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കും യൂണിയന്റെ പക്ഷത്ത് നിൽക്കുന്ന എംപ്ലോയീസിന് ഉണ്ടാവുന്നത് അല്ലെ. ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ലേ, ഉണ്ടോ? അതായത് മാനേജ്മെന്റ് എപ്പോഴും എന്താണ് എംപ്ലോയറോട് ചേരുന്ന വിധത്തിലുള്ള നിലപാടുകളായിരിക്കും എടുക്കുന്നത്. അതേപോലെ തന്നെ യൂണിയനുകൾ എപ്പോഴും തൊഴിലാളികൾക്ക് ചേർന്ന തരത്തിലുള്ള നിലപാടുകളായിരിക്കും എടുക്കുന്നത്. സോ ഒരു പേഴ്സണെ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകാരെ വ്യത്യസ്ത ആറ്റിറ്റ്യൂഡിലായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു ഡിസിഷൻ എടുത്ത് അല്ലെ, ഒരു തീം കൊണ്ടുവന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമെന്ന് കൺസിഡർ ചെയ്യണം. അതായത് മാനേജ്മെന്റ് തീർച്ചയായിട്ടും എംപ്ലോയറുടെ പക്ഷം ചേർന്നിട്ടുള്ള ഒരു രീതി അവലംബിക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയറിന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവർ ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ യൂണിയൻ നേതാക്കളും തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസിനെ ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ആസൂത്രണം ചെയ്യുന്നത്, ഉണ്ടാവില്ലേ? അപ്പൊ സൈക്കോളജിക്കലി അങ്ങനെയാണ് അല്ലെ, യൂണിയൻ എപ്പോഴും എംപ്ലോയറുടെ പക്ഷം ചേർന്നിട്ടാണ് പ്രവർത്തിക്കുക. ദെൻ എന്താണ് മാനേജ്മെന്റ് എപ്പോഴും എംപ്ലോയറുടെ പക്ഷം ചേർന്നതായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ശരിയല്ലേ? ആണോ? ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കില്ലേ പ്രവർത്തിക്കുന്നത്? അപ്പൊ ആ ഒരു നിലപാടാണ് ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു അല്ലെ ഒരു പിക്ചറൊക്കെ വെച്ചുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അതായത് എന്തായാലും സൈക്കോളജിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിലാളികളും തൊഴിലുടമയും എന്താണ് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും അല്ലെ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകൾ പ്രവർത്തിക്കുമ്പോൾ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് പ്രവർത്തിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിലപാടുകളിൽ ഒരു വ്യത്യസ്തത ഉണ്ടാവും. മാനേജ്മെന്റിന് ഗുണം ചെയ്യുന്ന കാര്യം അല്ലെ, തൊഴിലുടമയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും മാനേജ്മെന്റ് ആസൂത്രണം ചെയ്യുന്നത്. എങ്കിൽ അതിന്റെ നേരെ റിവേഴ്സ് അല്ലെ, തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും യൂണിയൻ നേതാക്കൾ ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആ സൈക്കോളജി ഓക്കെ അല്ലേ? ഓക്കെയാണോ? ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട്. ഓക്കെ, ഒന്നുകൂടി ജസ്റ്റ് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം, അതായത് യൂണിയൻ ലീഡേഴ്സും അല്ലെ എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിലും തന്നെയാണ് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ മാനേജ്മെന്റിനെയാണ്. മാനേജ്മെന്റ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതേമാതിരി തന്നെ യൂണിയൻ ലീഡേഴ്സും ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത ഒരു ആറ്റിറ്റ്യൂഡുകളാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവിന്റെ പക്ഷം ഒരു നിലപാടെടുക്കുമ്പോൾ യൂണിയൻ ലീഡേഴ്സ് മറ്റൊരു പക്ഷം എടുക്കാനായിട്ടുള്ള ഒരു നിലപാട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുടമ അല്ലെ തൊഴിലുടമയ്ക്ക് ചേർന്ന വിധത്തിലായിരിക്കും എക്സിക്യൂട്ടീവ് പക്ഷം നിലപാടുകൾ എടുക്കുന്നത്. അതായത് എന്താണ് എംപ്ലോയർക്ക് ഗുണം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ, ഇപ്പൊ ഒരു സാലറി വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ഒരു വാദം എന്തെങ്കിലും ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് മാനേജ്മെന്റ് ചർച്ചയിൽ പങ്കെടുക്കും, യൂണിയൻ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. ഒരു തീം അവിടെ കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇല്ലേ? ഉണ്ടാവില്ലേ? അതായത് നമ്മളിപ്പോ എന്താണ് മാനേജ്മെന്റ് എപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് തൊഴിലുടമയ്ക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കുമെങ്കിൽ
യൂണിയൻ ലീഡേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ തൊഴിലാളികൾക്ക് ചേർന്ന വിധത്തിലുള്ള ഗുണം ചെയ്യുന്ന തീരുമാനങ്ങളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഫോട്ടോഗ്രാഫർ വാസ് റിലേറ്റഡ് ബൈ ദ ഗ്രൂപ്പ്സ് ഇൻ എ ഡിഫറെന്റ് മാനർ that the union leaders referred to the person in the photograph as a manager, while the group of executive identified is their union leader in the photograph. അതായത് തൊഴിലുടമ ഉദ്ദേശിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് പദത്തിലുള്ളവര് തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. അതായത് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം ഒരു തീം കൊണ്ടുവരുമ്പോൾ ഒരു പിക്ചർ വരെയും കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെ അവിടെ കൃത്യമായിട്ട് ഒരേപോലെ തന്നെ ഒരു സമീപനമായിരിക്കില്ല ഇരുകൂട്ടരും എടുക്കുന്നത്. അതായത് അവിടെ ഒരു വിലപേശല് അല്ലെ ഒരു ബാർഗെയിനിങ് പവർ ഇരുകൂട്ടർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. Okay, it was concluded that the conflict between management and labor arises as every group negatively perceives the other one. Okay, അപ്പോ ഒരു മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനത്തിനോട് അല്ലെ കറക്റ്റ് ആയിട്ട് ഒരു സാലറി എന്താണ് വർദ്ധിപ്പിക്കണമെന്ന് യൂണിയൻ നേതാക്കള് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി അത് ചെയ്തു കൊടുക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാവോ? ഇല്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ചർച്ചകളിൽ കൊണ്ടുവരും. ചർച്ചകളിൽ ഉടനീളം വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്താണ് മാനേജ്മെന്റ് എപ്പോഴും തൊഴിലുടമയ്ക്ക് ചേരുന്ന വിധത്തിലായിരിക്കും വാദിക്കുന്നതെങ്കിൽ യൂണിയൻ നേതാക്കൾ എപ്പോഴും തൊഴിലാളികൾക്ക് ചേർന്ന വിധത്തിലായിരിക്കും വാദിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അല്ലെ അവിടെ കോൺഫ്ലിക്റ്റുകൾ ബിറ്റ്വീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അവിടെ വളരെ സൗമനീയം അല്ലെ ചർച്ചകളൊക്കെ തീരുമാനത്തിൽ എത്തിയതിനു ശേഷമാണ് ഒരു ഡിസിഷൻ എടുക്കാൻ. അതായത് ഇരുകൂട്ടർക്കും വലിയ കുഴപ്പമില്ലാതെ അല്ലെ മാനേജ്മെന്റിനും വലിയ പ്രശ്നമില്ലാതെ അതേപോലെ തന്നെ തൊഴിലാളികൾക്കും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, തൊഴിലുടമകൾക്ക് പ്രതിനിധീകരിച്ചിട്ടാണ് മാനേജ്മെന്റ് അവിടെ രംഗപ്രവേശനം ചെയ്യുന്നതെങ്കിൽ തൊഴിലാളികളെ പ്രതിനിധീകരിച്ചാണ് യൂണിയൻ നേതാക്കൾ അവിടെ രംഗപ്രവേശനം ചെയ്യുന്നത്. സോ ഇരുകൂട്ടർക്കും ചേർന്ന വിധത്തിലുള്ള തീരുമാനം എടുക്കാനേ സാധിക്കുകയുള്ളൂ. എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് അല്ലെ. എപ്പോഴും നമ്മൾക്കറിയാം എന്താണ് തൊഴിലുടമകൾ എപ്പോഴും എന്താണ് പ്രോഫിറ്റ് ഒന്നും വേണ്ട, തൊഴിലാളികളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കമ്പനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുവോ? അങ്ങനെ ഉണ്ടാവോ? ക്ലിയർ ആയോ? എന്താണ് ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് TAT എന്ന് പറയുന്നത് എന്താണ്? തെമറ്റിക് അപ്രൻസിൽ ടെസ്റ്റ് അല്ലെ. അതായത് ഓരോരുത്തരുടെയും വീക്ഷണകോണുകളെയാണ് അവിടെ പറയുന്നത്. ഒരു കൂട്ടരെ ഒരു രീതിയിൽ വീക്ഷിക്കുമ്പോൾ മറ്റൊരു കൂട്ടര് മറ്റു രീതിയിൽ അല്ലെ. ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് സാലറി കൂട്ടി തരാമെന്ന് പെട്ടെന്നൊരു വാഗ്ദാനം ചെയ്താൽ തന്നെ ചിലപ്പോ അവര് അല്ലെ വിശ്വസിക്കില്ല. എന്തെങ്കിലും അല്ലെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും മനസ്സിലാവും, എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ടേൺ ഓവർ അല്ലെ അതനുസരിച്ചിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വന്നിട്ടുണ്ടാവും. അധികം പ്രോഫിറ്റബിൾ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ സാലറി കൂട്ടിത്തന്നത്. അതല്ലെങ്കിൽ ഓവർ ടൈം അല്ലെ കുറച്ച് സമയം ചിലപ്പോൾ കൂടുതൽ നമ്മളെ കൊണ്ട് വേല ചെയ്യിപ്പിച്ചിട്ടായിരിക്കും അല്ലെ അല്ലെ കുറച്ചെങ്കിലും പ്രോഫിറ്റ് നമുക്ക് അനുവദിക്കുന്നത് എന്നുള്ള ഒരു നിലപാടെടുക്കാനായിരിക്കും തൊഴിലാളികൾ തയ്യാറാവുന്നത്. കാരണം ധാരണകൾ അല്ലെ. എന്തായാലും തെമറ്റിക് അപ്രസന്റേഷൻ ആ ഒരു ടെസ്റ്റ് അല്ലെ ഓരോ വീക്ഷണകോണുകൾ ഓരോ വ്യക്തികൾക്കും ഓരോരുത്തരുടെ വീക്ഷിക്കുന്ന ഒരു കോൺ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് മാനേജ്മെന്റ് വീക്ഷിക്കുന്ന കോണിലായിരിക്കില്ല തൊഴിലാളികള് വീക്ഷിക്കുന്നത്, അതായത് യൂണിയന് വീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. എന്താണ് സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലെ. പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച് വ്യൂസ് ദ ഇഷ്യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആസ് intensively embedded in the attitude and the perception of the key participants അല്ലെ. രണ്ടു കൂട്ടരുടെയും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ധാരണകൾ, അതാണ് ഇരു പാർട്ടിസിപ്പൻസിനുള്ള ധാരണകളാണ് അവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സമീപനത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോ കീ പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് തൊഴിലാളികളും തൊഴിലുടമ അവർക്ക് പകരമായിട്ട് വരുന്ന മാനേജ്മെന്റ് യൂണിയനുകൾ. ഓക്കെ,
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദ സൈക്കോളജിക്കൽ അപ്രോച്ച് വ്യൂസ് ദ ഇഷ്യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ intensively embedded in the attitude and the perception of the key participants. ധാരണകളും ആറ്റിറ്റ്യൂഡിനെയുമാണ് സൈക്കോളജിക്കൽ അപ്രോച്ചിൽ വ്യൂ ചെയ്യുന്നത് അല്ലെ, വീക്ഷിക്കുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ പറയുന്നത്? ഓക്കെ, അതില് പ്രധാനമായിട്ടും പറയുന്നത് എൽട്ടൺ മേയോ എന്താണ് വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? എൽട്ടൺ മേയോ ആണ്. This school of thought was later extended by Ruther Husberger, Whitehead, W.F. White and Homans, who gave a rational view of the characteristics of industrial conflicts and harmony. ഓക്കെ, നമുക്കറിയാം ഏതൊരു വ്യവസായം ആണെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവാം. ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഐക്യത്തിന് മുന്നോടിയായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സമീപനം വന്നിരിക്കുന്നത്. അതിന്റെ ലീഡർ എന്ന് പറയുന്നത്, ഫൗണ്ടർ എന്ന് പറയുന്നത് എൽട്ടൺ മേയോ ആണ്. ഈ അപ്രോച്ചിൽ എന്താണ് പ്രത്യേകമായിട്ട് വരുന്നതെന്ന് നോക്കാം. ദിസ് അപ്രോച്ച് എംഫസിസ് ഓൺ ദോസ് പോളിസീസ് ആൻഡ് മെത്തേഡ്സ് that can be implemented to improve the workers or employees self-esteem, competence and job satisfaction. Okay, തൊഴിലാളികളെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അല്ലെ ആ ഒരു രീതിയിലേക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരിക അല്ലെ. ഈ അപ്രോച്ചിൽ പ്രധാനമായിട്ടും പറയുന്നത് അല്ലെ, പെട്ടെന്ന് ഒരു തീരുമാനം കൊണ്ടുവരുമ്പോൾ അതിന് വ്യത്യസ്ത രീതിയിലുള്ള മനോഭാവങ്ങൾ ഉണ്ടാവും എന്നുള്ള നേരത്തെയുള്ള ആ ഒരു അപ്രോച്ച് അല്ല. ഇവിടെ വരുന്നത് എന്താണ്? വ്യക്തികൾ അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും എന്താണ് ഇപ്പോ കോമ്പറ്റീവ് ആയിട്ടുള്ള അല്ലെ, ഇപ്പൊ ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് ചിലപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പല ഘടകങ്ങളും ഉണ്ടാവാം. സോ ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് അല്ലെ ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ അവർക്ക് തിരുങ്കൂടി എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആത്മാഭിമാനം ഉളവാക്കുന്ന തരത്തിലുള്ള രീതിയിൽ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കുന്ന ഒരു പോളിസി, നയങ്ങളൊക്കെയാണ് ഈ അപ്രോച്ചിൽ പ്രധാനമായിട്ട് രൂപകൽപ്പന ചെയ്യാനായിട്ട് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ റിലേഷൻസ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അല്ലെ തൊഴിലാളികളെ സംതൃപ്തിപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ഒരു ശാന്തമായ അല്ലെങ്കിൽ സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എൽട്ടൺ മേയോ ഫൗണ്ടർ അല്ലെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ ഓഫ് അതിന്റെ നേതൃത്വത്തിലുള്ള പരീക്ഷണാർത്ഥം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൊഴിലാളികളെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ ആത്മാഭിമാനം ഉളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോളിസികളൊക്കെ രൂപകൽപ്പന ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷം മുന്നോട്ട് പോകാനും അല്ലെ നല്ല രീതിയിൽ ആ കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ നമ്മള് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു റിലേഷൻ അല്ലെ, എപ്പോഴും തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ഓർഗനൈസേഷനിൽ ലാഭം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം വ്യത്യസ്ത തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ കൂടി പ്രധാനമായിട്ടും തൊഴിലുടമ തൊഴിലാളികളുടെ ബന്ധം അതാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അവിടെ തൊഴിലാളികളുടെ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഇംപ്ലിമെന്റ് അല്ലെ, കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അധികം കോൺഫ്ലിക്റ്റുകൾ അല്ലെ, തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു അപ്രോച്ചിൽ എടുത്തു പറയുന്നത് നോട്ട് ചെയ്യാം. എന്താണ് പ്രത്യേകമായിട്ട് പറയുന്നത്? ദിസ് അപ്രോച്ച് എംഫസിസ് ഓൺ ദോസ് പോളിസീസ് and the methods that can be implemented to improve the workers or the employees self-esteem, competence and job satisfaction. അപ്പൊ ഏത് അപ്രോച്ചിലാണ് അല്ലെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന നിലപാടുകൾ എടുക്കണമെന്ന് പറയുന്നത്? ഏത് അപ്രോച്ചിലാണ്? ഓക്കെ, ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഓക്കെയാണോ? വ്യത്യസ്ത അപ്രോച്ചുകളുണ്ട്, വ്യത്യസ്ത വീക്ഷണകോണുകളിലാണ് ഈ നമ്മള് അല്ലെ ഇത് എടുത്ത് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അവരുടെ പെർസെപ്ഷൻ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളിലാണ് ഒരു രീതിയിലുള്ള അപ്രോച്ച് ആണെങ്കിൽ, മറ്റൊന്ന് പറയുന്നത് എന്താണ്
എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് പീസ്ഫുൾ ആയിട്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എംപ്ലോയീസ് സെൽഫ് എസ്റ്റീം, കോമ്പിറ്റൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷനോട് ചേർന്ന വിധത്തിലുള്ള പോളിസി മെത്തേഡുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം, ഈ അപ്രോച്ചുകൾ എന്താന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഒരു അപ്രോച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് കൂടുതൽ പ്രാധാന്യം ഇത്തരത്തിലുള്ള അല്ലെ സാറ്റിസ്ഫാക്ഷനും ഊന്നൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ എന്താണ് പറയുന്നത് നോക്കാം. ദ സോഷ്യോളജിക്കൽ അപ്രോച്ച് കമ്പാരിസ് ദ industry to a small social world that consists of a mix of various people and group having different types of personalities, academic background, family upbringing, feelings, like and dislike, as well as other personal factors like attitude, behavior, etc. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഉണ്ടാവും. സോ എല്ലാവരുടെയും അല്ലെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ, വ്യത്യസ്ത തരത്തിലുള്ള ഫീലിങ്സും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അല്ലെ ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരു പേഴ്സണിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും മറ്റൊരു പേഴ്സൺ, ശരിയല്ലേ? ഓക്കെ, അപ്പോ സിൻസ് no two members in an industrial society have a similar attitude and behavior, this leads to problem of conflict, disagreement and negative competition among the members. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത നിലപാടുകളും കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തികൾക്കും ഉള്ളത് കൊണ്ട് തന്നെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അല്ലെ. ഏതൊരു കാര്യം വരുമ്പോഴും നമുക്കറിയാം സഹകരിച്ച് പോകണമെങ്കിൽ ആരെങ്കിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. വേണ്ടി വരില്ലേ? അങ്ങനെ വേണ്ടി വരുമോ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കി അല്ലെ. ഓരോരുത്തർക്കും വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഏതൊരു കമ്പനിയിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വേണം അല്ലെ. The issues involved in industry relations are related to wages, working conditions, and labor welfare. However, one must not avoid the most important factor, that is the sociological factor. Okay, issues എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസുകളുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള വേജസ്, വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുറെ പ്രോബ്ലംസുകളൊക്കെ ഉണ്ട് അല്ലെ. എല്ലാവർക്കും സാലറി ഒരേപോലെ ആവാതെ വരുമ്പോഴും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിവേ എന്താണ്, വൺ മസ്റ്റ് നോട്ട് അവോയ്ഡ് ദ മോസ്റ്റ് ഫാക്ടർ. അതായത് ഒന്നും ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് എല്ലാ ബിഹേവിയറും വ്യത്യസ്തമാണ് എന്നുള്ളത് അല്ലെ. സോഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്, സോഷ്യോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒട്ടും വ്യത്യസ്തം അല്ലെ. നമുക്കത് മാറ്റിവെക്കാൻ പറ്റില്ല, എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. The sociological factor consists of the value system, traditions, patterns, symbols, attitude, and a perception of both labor and management that have an impact on the industry relations in a different ways. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാം അല്ലെ, എല്ലാ സംസ്കാരങ്ങളെല്ലാം തന്നെ നമ്മൾ മൂല്യത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. ഓരോ വ്യക്തികളുടെ വ്യത്യസ്ത നിലപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്, ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വ്യത്യസ്തമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവർക്കും ഒരു തുല്യ അല്ലെ രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്യണം അല്ലെ. എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ എന്താണ് നമ്മൾ മൂല്യത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യണം. എല്ലാ സംസ്കാരങ്ങളും എല്ലാ രീതികളും സിമ്പിൾസ് അല്ലെ, എല്ലാ ധാരണകളും എല്ലാം തന്നെ ഒരുപോലെ നമ്മൾ മാനേജ് ചെയ്ത് പോകണം അല്ലെ. അപ്പോ both the labor and management that have an impact on the industry relations in a different ways. So അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് തീർച്ചയായിട്ടും എന്താണ് ഒരിക്കലും തൊഴിലാളികൾക്ക് അനുയോജ്യമായിട്ടുള്ള മനോഭാവങ്ങളായിരിക്കണം തൊഴിലുടമകളൊക്കെ ചേർന്ന വിധത്തിൽ എടുത്തു തീർത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ സോഷ്യോളജിക്കൽ അപ്രോച്ച് മനസ്സിലാക്കി വെക്കുക. വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. സോ ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഗാന്ധിയൻ അപ്രോച്ച് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഓക്കെയാണ്. സോ എല്ലാവർക്കും അറിയാം അല്ലെ, വ്യത്യസ്ത ക്യാരക്ടറാണ് നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ നോക്കാം നെക്സ്റ്റ് ഗാന്ധിയൻ അപ്രോച്ച്. ഗാന്ധിയൻ അപ്രോച്ചിൽ എന്താ പറയുന്നത്, Mahatma Gandhi is popular for his contributions towards the development of human beings and his beliefs of ahimsa and non-violence, which have left a remarkable impression on the world history. Okay, നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ലോകത്ത് തന്നെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം
അഹിംസ അല്ലെ, മറ്റൊരാളെ വേദനിപ്പിക്കാതെ മുറിവേൽപ്പിക്കാതെയൊക്കെ പോകുന്ന ഒരു രീതി അല്ലെ, തീർച്ചയായിട്ടും ആ ഒരു രീതി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലെ നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ് അതിലെ ഹീറോയിസ് ആയിട്ടുള്ള പേഴ്സൺ. സോ എപ്പോഴും എന്താണ്, ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു നിലപാട് എടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. He considered all human beings good and believed that the individuals are not the ones who are responsible for the problems, but it is existence of the wrong systems which has led to several problems in the society. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഗുഡ് ആണ് അല്ലെ. അദ്ദേഹം വിശ്വസിക്കുന്നത് എല്ലാ ഇൻഡിവിജ്വൽസും അല്ലെ എല്ലാവരും തന്നെ നല്ലവരാണ്. പിന്നെ എന്താണ് പ്രശ്നം, ഇൻഡിവിജ്വൽസ് ആർ നോട്ട് ദ വൺ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലംസ്, ബട്ട് ഇറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് റോങ് സിസ്റ്റംസ് വിച്ച് ഹാസ് ലെഡ് ടു സെവറൽ പ്രോബ്ലംസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലുള്ള ഒരുപാട് തെറ്റായ സിസ്റ്റംസ് രീതികളൊക്കെയാണ് അവരെ കൊണ്ട് പ്രോബ്ലംസുകൾ നിലപാടുകൾ അല്ലെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത. നമുക്കറിയാം തൊഴിലാളികളും തൊഴിൽ വിവേചനത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ വരുന്നു, കൂലികളൊക്കെ വ്യത്യസ്തമാവുന്നു അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. സോ ഹ്യൂമൻ ബീയിങ്സ് എല്ലാവരും തന്നെ ഗുഡ് ആണെന്നാണ് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്, ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. ഓക്കെ, സോ സൊസൈറ്റിയിലുള്ള ഒരുപാട് അല്ലെ സിസ്റ്റംസ് അതാണ് പ്രോബ്ലംസുകളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത്. Then he did not oppose strikes by workers, but permitted this option to be the last resort when all available methods of negotiations, then conciliations and arbitration to the restored peace have failed. Okay, അവിടെ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് എന്താണ്, സ്ട്രൈക്കൊക്കെ ചിലപ്പോ വേണ്ടി വരാം അല്ലെ അങ്ങനെ, പക്ഷെ അത് എപ്പോഴും ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക ചർച്ചകൾ കൊണ്ടുവരിക അല്ലെ, അവിടെ ഒരു മധ്യസ്ഥം അല്ലെ അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കുക. ഒരു മധ്യസ്ഥന് ആർബിട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു മധ്യസ്ഥത്തിന് ആരെങ്കിലും നിലപാടുകൾ എടുത്തിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു അനുരഞ്ജന ചർച്ചകൾ നടത്തുക അല്ലെ. അവിടെ അത്തരത്തിലുള്ള രീതികളിലൊക്കെ ഫലപ്രദമാണോ എന്ന് നോക്കിയതിനു ശേഷം വേണമെങ്കിൽ അതും സ്ട്രൈക്കിലൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളെയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. കാരണം പ്രശ്നങ്ങളൊന്നും ജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ല, ഓരോ നിയമങ്ങളൊക്കെയാണ് അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ചില അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള സ്ട്രൈക്കുകളൊക്കെ അദ്ദേഹം നടത്താനായിട്ട് നേതൃത്വം വഹിച്ച വ്യക്തിയും കൂടിയാണ് അല്ലെ. അപ്പോ അതാണ് പ്രധാനമായിട്ടും പറയുന്നത്, സമാധാനത്തോട് കൂടിയിട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് പറയുന്നത്. Then he gave the concept. നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകളാണ്. അപ്പൊ ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലുണ്ട് ഒരു സമാധാനത്തോടുകൂടിയുള്ള അപ്രോച്ച് അല്ലെ. ഈ ഒരു നിലപാട് എടുക്കുമ്പോൾ he gave the concept of trusteeship which contributed mainly towards industrial relations അല്ലെ. അവിടെ വിശ്വസ്തത, തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയോട് വിശ്വസ്തയോട് കൂടിയിട്ട് മുന്നേറി പോകാനായിട്ടുള്ള ഒരു സ്വീകാര്യമായിട്ടുള്ള നിലപാട് അല്ലെ. ആ ഒരു നിലപാടുകൾ അതായത് പരസ്പരം ചർച്ചകളിലൊക്കെ പരിഹരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള കൂലികൾ, എംപ്ലോയി ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള കൂലികൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ വിശ്വസ്താപൂർവ്വം അവർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ റിട്ടേൺ കൊടുക്കണം അല്ലെ. ആ ഒരു നിലപാടാണ് ആരുടെ അഭിപ്രായത്തിൽ വരുന്നത്, ഗാന്ധിയൻ അപ്രോച്ചിൽ എടുത്തു പറയുന്നത്. Then he laid stress on maintaining the dignity of the employees by accepting each individual worker as a human being and emphasized on non-violent communism. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ലെ, തീർച്ചയായിട്ടും എന്താണ് നോൺ വയലന്റ് കമ്മ്യൂണിസം ഒക്കെ ആണെങ്കിലും അദ്ദേഹം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരെയും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള കമ്മ്യൂണിസം ഒക്കെ അദ്ദേഹം ആക്സെപ്റ്റബിൾ ആണ്. Then he went to the extent of saying that if communism comes without any violence, it would be welcomed. അതായത് അദ്ദേഹം പറയുന്ന കമ്മ്യൂണിസത്തിനെ വെൽക്കം ചെയ്യുന്നുണ്ട്, പക്ഷെ ആരെയും എന്താണ് വയലൻസ് ആക്കരുത് അല്ലെ. ആ ഒരു രീതിയിലുള്ള കമ്മ്യൂണിസം ആണെങ്കിൽ അദ്ദേഹം ഇതിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ബ്രീഫ്ലി അദ്ദേഹത്തിന്റെ ബ്രീഫായിട്ടുള്ള കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദ ട്രസ്റ്റർഷിപ്പ് തിയറി all the എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട് ഓഫ് ലൈഫ് ലൈക്ക് പ്രോപ്പർട്ടി ഓർ any human achievement is not the ownership of any one individual, rather it belongs to the entire society. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെ, സ്വന്തമായിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, നല്ല എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ
അല്ലെ എന്തെങ്കിലും ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അത് മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമല്ല അല്ലെ, സ്വന്തം എന്നുള്ള ഒരു നേട്ടം അച്ചീവ്മെന്റ് ആണെന്ന് വിചാരിക്കരുത്. റാദർ ഇറ്റ് ബിലോങ്സ് ടു ദ എൻറ്റയർ സൊസൈറ്റി, സൊസൈറ്റിക്ക് മുഴുവനായിട്ടുള്ള ഒരു നേട്ടമാണെന്ന് വിചാരിക്കണം അല്ലെ. നമുക്കിപ്പോ കമ്പനി ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രോഫിറ്റബിൾ ആയിട്ട് കൂടുതലായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അത് സ്വന്തമായിട്ടുള്ള നേട്ടമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താണ് കമ്പനിയിലെ എംപ്ലോയീസ് ഒക്കെ നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ആ നേട്ടം കിട്ടിയെന്നുള്ളൊരു നിലപാട് വരണം അല്ലെ. അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഗുണം ചെയ്യും, ചെയ്യില്ലേ, ഉണ്ടാവില്ലേ? ആ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ഓക്കെ. കാരണം അദ്ദേഹം അങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത്. എപ്പോഴും ചിന്തിക്കുക, നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ ഇപ്പൊ വർക്കിംഗ് തീർച്ചയായിട്ടും നഷ്ടത്തിലോടുന്ന കമ്പനികളാണെങ്കിൽ എന്താണ് എംപ്ലോയീസ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് മുതിരില്ല. അതേസമയം ലാഭത്തിലോടുന്ന കമ്പനികളാകുമ്പോഴും ഇവർക്ക് മതിയായ സാലറിയും വർക്കിംഗ് കണ്ടീഷൻസും ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ, ഒരു കൂട്ടർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു വേർതിരിവ് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. സോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പ്രധാനമായിട്ടും പറയുന്നത്, അക്കോർഡിംഗ് ടു ദ ട്രസ്റ്റിഷിപ്പ് തിയറി, all the materialistic aspect of a life, like property or any human achievement, is not the ownership of any one individual. ഇൻഡിവിജ്വലി ആയിട്ട് നേടുന്ന ഒരു നേട്ടമല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. എന്തെങ്കിലും ലൈഫിൽ ഉണ്ടെങ്കിൽ അല്ലെ സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ റാദർ ഇറ്റ് ബിലോങ്സ് ടു ദ എൻറ്റയർ സൊസൈറ്റി, സൊസൈറ്റിക്ക് മുഴുവനായിട്ടും വിനിയോഗിക്കാനായിട്ടും കടപ്പെട്ടിരിക്കുന്നു അല്ലെ. This talent or skills can be taken as a gift of nature and no particular individual has the exclusive rights over them അല്ലെ. അവിടെ പ്രത്യേകമായിട്ട് പറയണം അതൊരു ഗിഫ്റ്റ് ആണ് അല്ലെ, എന്തിന്റെ, നേച്ചറിന്റെ, നമ്മുടെ നേച്ചറിന്റെ അല്ലെ. നമ്മുടെ പ്രധാനമായിട്ടും ചിലർക്ക് ചില കഴിവുകൾ ഉണ്ടാവും, ഇച്ചിരി അല്ലെ അഹങ്കാരമൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഒരു രീതിയിലേക്കൊന്നും വരരുത്. നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ഗിഫ്റ്റ് ഓഫ് നേച്ചറിന്റെ ഒരു ഗിഫ്റ്റ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സോ എന്താണ് അത് എല്ലാവർക്കും വേണ്ടിയിട്ട് വിനിമയം ചെയ്യാനുള്ളതാണ് അല്ലെ. The trusteeship system is a unique concept compared to the other contemporary industrial relations systems. ഓക്കെ, അപ്പൊ അവിടെ വിശ്വസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് അവിടെ എടുക്കുന്നത് അല്ലെ. ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു കൗൺസിലേഷനോ അല്ലെ ആർബിട്രേഷൻ, അതൊക്കെ അതായത് മധ്യസ്ഥ ചർച്ചയിലൂടെയൊക്കെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വിശ്വസ്തതാപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലെ. അവിടെ സമാധാനമായിട്ടുള്ള യുണീക്ക് കൺസെപ്റ്റ് കമ്പയർഡ് ടു അതർ എന്താണ് കണ്ടംപററി ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റംസ് അല്ലെ. മറ്റൊരു സമകാലികമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനെ അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഒരു വിശ്വസ്തതാപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു രീതി, നിലപാടെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ എടുത്ത് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ട്രസ്റ്റിഷിപ്പ് സിസ്റ്റം ഈസ് എ യുണീക്ക് കൺസെപ്റ്റ്, അത് ഐക്യകണ്ഠേനയായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കമ്പയർഡ് ടു അതർ കണ്ടംപററി ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം. മറ്റു സിസ്റ്റത്തിനെ അപേക്ഷിച്ച് എന്താണ് ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അനുരഞ്ജന സമീപനമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ഗാന്ധിയൻ അപ്രോച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് അദ്ദേഹം എന്താണ് അഹിംസയും നോൺ വയലൻസ് ഒക്കെ ആയിട്ടുള്ള രീതികൾ അല്ലെ, ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ചർച്ചകളൊക്കെ നടത്തിയിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഇപ്പൊ കമ്പനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് എന്താണ് അതിന്റെ നേച്ചറിന്റെ ഒരു ഗിഫ്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എന്താണ് കമ്പനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ എംപ്ലോയിയുടെയും കൂടി എഫേർട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു കൺസിഡറേഷനിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺസുകൾ അല്ലെ അവർക്കും ഉള്ള പ്രൊപ്പോർഷൻസ് ഒക്കെ വിധിച്ചു കൊടുക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓരോ അപ്രോച്ചിന്റെ ജസ്റ്റ് ഒരു ആശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവുക, എന്താണ് ഓരോ അപ്രോച്ചുകളും പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാൻ ചെറുതായിട്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ?
അതായത് നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത അപ്രോച്ചിലേക്ക് പോകാം. ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ആണ്. സോഷ്യോ എത്തിക്കൽ അപ്രോച്ചിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ദിസ് അപ്രോച്ച് അസേർട്സ് that industrial relations not only has a sociological base but also has some ethical consequences. ഓക്കെ, അതായത് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മള് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ബേസിൽ പറഞ്ഞ വ്യത്യസ്ത ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, എന്താണ്, ഓൾസോ ഹാസ് സം എത്തിക്കൽ കോൺസിക്വൻസ്, കുറച്ച് ധാർമ്മികമായിട്ടുള്ള അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ പ്രത്യാഘാതങ്ങളും അവിടെ ഉണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ ധാർമ്മിക മൂല്യങ്ങളെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ. ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ കൂടി ആ സമീപനങ്ങൾ, ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ലേബർ ആൻഡ് ദ മാനേജ്മെന്റ് അണ്ടർസ്റ്റാൻഡ് ദർ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇതാണ് ധാർമ്മികമായിട്ടുള്ള ചുമതലകൾ എന്നുള്ള കാര്യം കൂടി മാനേജ്മെന്റും ലേബറൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, ഓരോരുത്തർക്കും അല്ലെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അവര് അവകാശപ്പെട്ട ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും അല്ലെ. തൊഴിലാളികൾക്ക് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ചൂടുള്ള സമയമൊക്കെയാണ്, അവരെ കൊണ്ട് വർക്ക് അല്ലെ ഒരുപാട് വർക്ക് എന്താ പറയുക, ഫിസിക്കലി അവരെ ടയേർഡ് ആവുന്ന തരത്തിലുള്ള വർക്കൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ ധാർമ്മികമായിട്ടും അവർക്ക് ചില കണ്ടീഷൻസ് അല്ലെ, അവർക്ക് ഒരു വർക്കിംഗ് കണ്ടീഷൻസ് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നല്ല ചൂടൊക്കെ ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. അത് ധാർമ്മികമായിട്ടുള്ള കുറച്ച് മൂല്യങ്ങൾ കൂടിയാണ് അല്ലെ. ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻസും കൊടുക്കണം അല്ലെ. അവര് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് ഒക്കെ അവർക്ക് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. സോ എത്തിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെ, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ കൂടി നിറവേറ്റേണ്ടതാണ്. This can only be achieved with the help of a mutual cooperation and by a developing sensitivity towards each others issues. അല്ലെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊഴിലുടമ വെറുതെ കുറച്ച് പോളിസികളൊക്കെ ഇറക്കിയിട്ട് തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി അല്ലെ, അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് തൊഴിലാളികൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അല്ലെ. അപ്പൊ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ, അതായത് ഇരുകൂട്ടരും തൊഴിലുടമയും തൊഴിലാളികളും ഒക്കെ തമ്മിൽ നല്ലൊരു ബന്ധം, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ എത്തിക്കൽ അപ്രോച്ചിൽ മനസ്സിലാക്കാം, ധാർമ്മികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസുകൾ അത് മനസ്സിലാക്കി തന്നെ കൈകാര്യം ചെയ്യണം. മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കോർപ്പറേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെയാണോ? ഓക്കെ, മ്യൂച്വൽ കോർപ്പറേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ കുറവായിരിക്കും അല്ലെ. ശരിയല്ലേ അല്ലേ? പരസ്പരമായിട്ടുള്ള ഒരു ഐക്യത്തോട് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറവായിരിക്കില്ലേ? ഇല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു അപ്രോച്ച് കൂടി നോക്കാം. എന്താണ് ഡാംലപ്പ് സിസ്റ്റം അപ്രോച്ച്. അപ്പൊ ഓരോന്നിന്റെയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയവിടെ ഇവിടെ വെക്കേണ്ടത് എന്താണ്, മ്യൂച്വൽ എത്തിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടി മനസ്സിലാക്കണം. അതായത് മ്യൂച്വൽ കോർപ്പറേഷനോടുകൂടി പോകണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ അല്ലെ. നമ്മുടെ ട്രസ്റ്റ്ഷിപ്പ് രീതിയിൽ അല്ലെ വിശ്വസ്തതാപൂർവ്വം മുന്നോട്ട് പോകണം. ഇരുകൂട്ടരെയും അല്ലെ കുറച്ച് ഫീസോടുകൂടി സമാധാനത്തോടുകൂടി പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള നെഗോഷിയേഷനും കൺസലേഷനും ആർബിട്രേഷനും ഒക്കെ നടത്തി അല്ലെ, മധ്യസ്ഥ ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടു പോകണമെന്ന് നമ്മൾ പറഞ്ഞ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ആണ് എല്ലാവർക്കും ഉള്ളത്. സോ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ രീതിയിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേറ്റഡ് ടു വേജസ്, വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, അവിടെ അതിനനുസരിച്ചിട്ടുള്ളതിനോടൊപ്പം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് സോഷ്യോളജിക്കൽ ഫാക്ടർ.
ദെൻ അതിലെപ്പോഴും വാല്യൂ സിസ്റ്റം, അവർക്ക് മൂല്യങ്ങൾ വേണം, സംസ്കാരങ്ങളും എല്ലാം തന്നെ അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ബിഹേവിയറലായിട്ട് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് വില കൽപ്പിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ദെൻ വീണ്ടും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു സാറ്റിസ്ഫാക്ഷനും അല്ലെ, അവിടെ എംപ്ലോയീസ് സെൽഫ് എക്സ്ട്രീം ആൻഡ് കോമ്പിറ്റൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷനോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനെന്ന് പറഞ്ഞു. സൈക്കോളജിക്കൽ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് മാനറിലായിരിക്കും ഓരോരുത്തരുടെയും മനോഭാവങ്ങള്. സോ അതുകൊണ്ട് തന്നെ ആ മനോഭാവങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെ, ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ലേബർ അറൈസസ് ആസ് എവറി ഗ്രൂപ്പ് നെഗറ്റീവ്ലി പെർസീവ് ദ അതർ വൺ അല്ലെ. നെഗറ്റീവായിട്ട് ഓരോരുത്തരും വീക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ഇരുകൂട്ടരും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ആയിരിക്കണം മുന്നോട്ട് പോവുകയാണ്. എങ്കിൽ മാത്രമാണ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പോടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക, ഇരുകൂട്ടർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. സോ സൊല്യൂഷൻ ഉണ്ടാവാനായിട്ട് ഇരുകൂട്ടരും പരസ്പരം അല്ലെ അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോകണം. സോ ആ ഓരോ അപ്രോച്ചുകളും എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൺലപ്സ് സിസ്റ്റം അപ്രോച്ചാണ്. ഓക്കെ, പോവാലോ ലാസ്റ്റ് അപ്രോച്ചിലേക്ക്. ഡൺലപ്സ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത് ജോൺ ഡൺലപ്പ് ഹാസ് ഡെവലപ്ഡ് എ സിസ്റ്റം അപ്രോച്ച് ടു ഇൻഡസ്ട്രി റിലേഷൻസ്. ആരാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവുക. ആരാണ്? ജോൺ ഡൺലപ്പ് ആണ്. Then according to Dunlop, an industrial relations system at any one time in its development is regarded as composed of certain actors, certain context and ideology, which binds the industrial relation system together and a body of rule created to govern the actors at the workplace and work community. അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്നത് മൂന്ന് അല്ലെ പ്രധാനമായിട്ടുള്ള ആക്ടേഴ്സുകളുണ്ട്. ആക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോ ആ ആക്ടേഴ്സ് അല്ലെ അവര് ആ ഒരു രീതിയിൽ തന്നെ അവരെയൊക്കെ നല്ല രീതിയിൽ അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാം. ബോഡി ഓഫ് റൂൾസ് ക്രിയേറ്റഡ് ടു ഗവേൺ ദ ഫാക്ടേഴ്സ് അറ്റ് ദ വർക്ക് പ്ലേസ് ആൻഡ് വർക്ക് കമ്മ്യൂണിറ്റി. ഓക്കെ, ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്ന് ഈ മൂന്ന് ആക്ടേഴ്സുകൾ അല്ലെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ചിൽ പ്രധാനമായിട്ടും പറയുന്നത്. അവിടെ വിവരിച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എലമെന്റ്സ് ഓഫ് എ സിസ്റ്റം അപ്രോച്ച്. ദ ബേസിക് എലമെന്റ്സ് ഓഫ് ദ സിസ്റ്റം അപ്രോച്ച് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ എന്താണ്? ഇവിടെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ദെൻ പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം ഉണ്ട്, ദെൻ ഔട്ട്പുട്ട്സ് ഉണ്ട്. എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ മാർക്കറ്റ് ഓർ എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, ദെൻ ത്രീ ബാലൻസസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് ആക്ടേഴ്സ് എന്ന് പറയുന്ന പാർട്ടിസിപ്പൻസ് ആരെന്ന് നോക്കുക. യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ് ആണ്. ദെൻ ഔട്ട്പുട്ട്സ് എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് ഐഡിയോളജി അറ്റ് ദ വർക്ക് പ്ലേസ്. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നോക്കാം പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റംസ്. അതായത് നോക്കാം ദ ത്രീ key participants are the union, management and government that interact with the social and economic structure, and these interactions involve three main levels known as subsystems of the industrial relations system as termed by Dunlop. അതായത് നമുക്കറിയാം മൂന്ന് പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത് അല്ലെ. തീർച്ചയായിട്ടും എന്താണ് നമ്മൾക്ക് ഒരു ഇൻഡസ്ട്രി തുടങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് അത് അല്ലെ പെർമിഷൻ വേണ്ടി വരും അല്ലെ. ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ പെർമിഷനൊക്കെ വേണ്ടി വരില്ലേ? വേണ്ടി വരുമോ? വേണ്ടി വരും അല്ലെ. അപ്പൊ ഗവൺമെന്റ് ആയിട്ട് നല്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടി തന്നെയാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിന് അവിടെ പെർമിഷനൊക്കെ കിട്ടിയാലാണ് നമുക്ക് ആ സ്ഥാപനം തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ അവിടെ നല്ലൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ അവിടെ തീർച്ചയായിട്ടും എംപ്ലോയി ഉണ്ട്, എംപ്ലോയർ ഉണ്ട് അല്ലെ. തൊഴിലുടമ കുറച്ച് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ തൊഴിലുടമ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് തൊഴിലാളികളെ കൊണ്ട് ആണ് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് റിട്ടേൺ അല്ലെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ലാഭങ്ങളെല്ലാം നേടിയെടുക്കുന്നത്. ദെൻ അപ്പൊ മനസ്സിലാക്കുക തൊഴിലുടമ എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെയാണ് ചുമതലപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ എംപ്ലോയീസ് അവിടെ വർക്കേഴ്സ് ഉണ്ട്. എംപ്ലോയീസ് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്
ഒരു സപ്പോർട്ട് അല്ലെ, ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂണിയൻ നേതാക്കളെയാണ് അവര് സമീപിക്കുന്നത്. സോ യൂണിയൻ നേതാക്കൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. അങ്ങനെ 3 ആക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത്. അതായത് ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ആ ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദെൻ അതേമാതിരി തന്നെ തൊഴിലുടമ ഇറക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അനുസരിച്ച് റിട്ടേൺ കിട്ടേണ്ടതുണ്ട്. സോ മാനേജ്മെന്റ് ആണ് അതിന്റെ ചുമതല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെയുള്ള തൊഴിലാളികൾക്കും അവര് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്കും റിട്ടേൺ കിട്ടണം അല്ലെ, അവർ എഫേർട്ട് എടുക്കുന്നതനുസരിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടുള്ള റിട്ടേൺ അവർക്കും കിട്ടണം. ദെൻ അതിനെ ചുമതലപ്പെടുത്തുന്നത് യൂണിയനുകളെയാണ്. അങ്ങനെ 3 പാർട്ടിസിപ്പൻസും അല്ലെ വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ററാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഓക്കെ അല്ലേ, ശരിയല്ലേ അല്ലേ? Okay, അപ്പൊ നോക്കാം. The 3 key participants are the union, management and the government that interact with the social and economic structure. അവിടെ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഘടനയൊക്കെ അവിടെ കൊണ്ടുവരുന്നത് ഇവർക്ക് 3 കൂട്ടർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ്. Then these interactions involve 3 main levels known as the subsystems of the industrial relation system. Okay, ഇതിനെ നമുക്ക് പറയുന്ന മറ്റൊരു പേര് അല്ലെ, ഇതൊരു സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അത് ആരാണ് അത് കൊണ്ടുവന്നിരിക്കുന്ന ആ ടേം ഡെവലപ്പാണ് ആ ഒരു സബ്സിസ്റ്റം എന്നുള്ള ടേം കൊണ്ടുവന്നിരിക്കുന്നത്. Then ideological linking. നമുക്ക് ഐഡിയോളജിക്കൽ ലിങ്കിങ്ങിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. The relations among the participants are managed largely by an ideological linking. According to develop an ideology is a set of ideas and a brief commonly held by the actors that have to build or integrate the system together as an entity. Okay. അതായത് ഐഡിയോളജി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് ഈ 3 കൂട്ടർ നമുക്കറിയാം അവിടെ ഇൻഡസ്ട്രിക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ആക്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത്രയും അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ഇത്രയും അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ ഇന്ന പോളിസി കാര്യങ്ങളൊക്കെ വേണം, അവർക്ക് അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കണം അല്ലെ. നമുക്കറിയാം PF വേണ്ടി വരും, ഗ്രാറ്റുവിറ്റി കൊടുക്കണം അല്ലെ, 250 ഒക്കെ കൂടുതൽ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ് സർവീസ് വേണം. അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ട് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആ സെറ്റ് ഓഫ് ഐഡിയാസുകൾ അത് ഇവരെ തൃപ്തിപ്പെടുത്തുന്നതുകൊണ്ട് ഗവൺമെന്റിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ നിയമാവലികളും വരുന്നത്. തീർച്ചയായിട്ടും അതേമാതിരി തന്നെ തൊഴിലാളികൾക്ക് ചേർന്ന വിധത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള റിട്ടേൺ കിട്ടത്തക്ക വിധത്തിലുള്ള ഐഡിയകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ എന്താണ് സെറ്റ് ഓഫ് റൂൾസുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ഐഡിയോളജി ഇസ് എ സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് ബിലീഫ്സ് commonly held by the actors that help to build or integrate the system together as an entity. അല്ലെ, അവിടെ ആ ഒരു സിസ്റ്റം നിലനിൽക്കുന്നത് വരേക്കും പ്രശ്നമില്ലാതെ മൂവ് ചെയ്യാനായിട്ട് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 3 കൂട്ടർക്കും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉള്ള ഒരു സിസ്റ്റംസ് ആണ് അവിടെ മുന്നോട്ട് പോകുന്നത്. തേർഡ് പറയുന്ന കോണ്ടെക്സ്റ്റ് ഓഫ് ഓർ എൻവയോൺമെന്റ്. The framework within which the participants interact is known as environment. അതിലെന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, പാർട്ടിസിപ്പൻസ് ഇന്ററാക്ട്, അത് ആ ഒരു എൻവയോൺമെന്റിനോട് ചേർന്ന വിധത്തിലാണ് അത് ഫ്രെയിംവർക്ക് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഡെവലപ്പ് ദ 3 types of environment are relevant to industrial relations, which are as follows: the technological features of the establishment, the economic or market constraints, and the locus and the balance of power prevailing in society. അതായത് നമ്മളിപ്പോ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് മുന്നോട്ടൊക്കെ കൊണ്ടുപോയി, പക്ഷെ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതനുസരിച്ചിട്ട് ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനോട് ചേർന്ന വിധത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കണമെങ്കിൽ ശരിയല്ലേ, പുതിയ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം. ഇത് വരില്ലേ? അപ്പൊ പുതിയ അല്ലെ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിക്ക് അനുസരിച്ചിട്ടും ചലിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾ ഒപ്പം തന്നെ എന്താണ് ഗവൺമെന്റ് ഇവരൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പോട് പോകണം. ഒപ്പം തന്നെ എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനോടും ഒപ്പം ചേർന്ന വിധത്തിൽ ചലിച്ചു പോകണം അല്ലെ. അപ്പൊ കണ്ടസ്റ്റ് ഓഫ് ഓർ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. എക്കണോമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ആണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ കമ്പോളത്തിൽ എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ചലിച്ച് മുന്നോട്ട് പോകണം. സോ അവരൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ്
ആ ഒരു തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന വസ്തുക്കൾ വിപണനം ചെയ്യാനായിട്ടുള്ള ഒരു തുറന്ന ഒരു സമീപനം അവിടെ നിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും അത് സ്വീകാര്യമായിരിക്കണം പബ്ലിക്. രണ്ടുപേരില്ലേ? സോ ആ ഒരു റിലേഷൻഷിപ്പും കൂടി നമ്മൾ അനുയോജ്യമായ രീതിയിൽ ചേർന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടുപേരില്ലേ? അവരൊക്കെയായിട്ടും കമ്പോളത്തിന് നമുക്ക് നല്ലൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. Then economic or market constraints അതാണ് പറയുന്നത്. വിപണനത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അഭേദ്യമായിട്ടുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഐഡിയോളജി ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതികളായിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ചേഞ്ചസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ടെക്നോളജി ആണെങ്കിലും എക്കണോമിക് ആണെങ്കിലും മാർക്കറ്റ് ആണെങ്കിലും അതിനോട് ചേർന്ന വിധത്തിലുള്ള തീരുമാനങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരോടും ബെറ്റർ റിലേഷൻഷിപ്പോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ലാസ്റ്റ്ലി പറയുന്നു ദ ലോക്കസ് ആൻഡ് ബാലൻസ് ഓഫ് പവർ പ്രിവാലന്റ് ഇൻ സൊസൈറ്റി അല്ലെ. അവിടെ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാരങ്ങളുണ്ടോ അല്ലെ. അവിടെ തീർച്ചയായിട്ടും കുറെ സ്ഥാനങ്ങളൊക്കെയാണ് പൊളിറ്റിക്കലായിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ചിലപ്പോൾ ചില ബിസിനസ്സുകളൊക്കെ ഡൗൺ ആയി പോകുന്നുണ്ട്. ചില കൺട്രികളിലൊക്കെ ചില ബിസിനസ്സുകളൊക്കെ തകർന്നു. കാരണം ചിലതിനോടൊന്നും യാതൊരു തരത്തിലും ഉള്ള ലോണും സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ ആയിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ അതെല്ലാം റദ്ദാക്കിയിട്ടുണ്ടാവും. സോ അങ്ങനെ വരുമ്പോഴൊക്കെ എന്താണ് ആ ബിസിനസ് പാടെ തകർന്നു പോകും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയാണ് ലോക്കസ് ആൻഡ് ബാലൻസ് പവർ പ്രിവാലന്റ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലും അതിന്റെ സ്ഥാനങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമാണ് തർക്കങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ഇൻഡസ്ട്രിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡൺലപ്പിന്റെ അഭിപ്രായത്തിൽ ജസ്റ്റ് തൊഴിലുടമകളെ സംതൃപ്തിപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല റിലേഷൻഷിപ്പോട് കൂടിയിട്ട് നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാമെന്നല്ല അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. മൊത്തത്തിൽ ഉള്ള ഒരു ഫുൾ പിക്ചറാണ് ഇവിടെ പറയുന്നത്. ഒരു ഇൻഡസ്ട്രി അതിന് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തൊഴിലുടമ അതായത് യൂണിയന്, മാനേജ്മെന്റ്, ഗവൺമെന്റ്, മാർക്കറ്റ്, ടെക്നോളജി, അതേപോലെ തന്നെ ആ അധികാര സ്ഥാനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തി പോകണമെന്നുള്ളതാണ് ഡൺലപ്പിന്റെ അപ്രോച്ച് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെ. അപ്പൊ അപ്രോച്ചുകൾ ജസ്റ്റ് മനസ്സിലാക്കാം. വ്യത്യസ്ത വ്യക്തികള് വ്യത്യസ്ത അപ്രോച്ചുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ പരമാവധി ചില ഇൻഡസ്ട്രികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെറിയ ഇൻഡസ്ട്രികളൊക്കെ ആണെങ്കിൽ വലിയ ആധികാരികമായിട്ടൊന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ടാവില്ല അല്ലെ. തൊഴിലാളികളും ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചു പോയാൽ മതി. പക്ഷെ വലിയ ഇൻഡസ്ട്രി ഒക്കെ ആവുമ്പോഴും നമുക്കറിയാം പല കാര്യങ്ങളെ കുറിച്ചിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെ ചിലപ്പോൾ അതിന്റെ റോ മെറ്റീരിയൽസ് തന്നെ ചിലപ്പോൾ ഇറക്കുമതി ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ മറ്റു കൺട്രികളിൽ നിന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ അത് ഉത്പാദിപ്പിക്കാൻ സാധിക്കാതെ വരും. അതല്ലെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അല്ലെ. അത് കയറ്റുമതി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഇൻഡസ്ട്രിക്ക് ആണെങ്കിലും നല്ല കാര്യങ്ങളും നല്ല ബന്ധം അല്ലെ മാർക്കറ്റൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം അഭേദ്യമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഡൺലപ്പിന്റെ അഭിപ്രായത്തിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതായത് അതിലെ കീ ആയിട്ട് അവരെ എന്തൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം. അവിടെ യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ് ആണ് കീ പാർട്ടിസിപ്പൻസ് ആയിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് ബിലീഫ്സ് commonly held by the actors that help to build or integrate the system together as an entity. Then environmental പ്രധാനമായിട്ടും പറയുന്നുണ്ട് അല്ലെ. അവിടെ environmental are relevant to the industrial relations. എന്തൊക്കെയാണ്? The technology features of the establishment, the economic or market constraints, and the locus and the balance of power prevalent in society. Okay, I'm going to just note ചെയ്ത് പോവാം. ബേസിക് എലമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ 3 കാര്യം എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അല്ലെ ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ജോൺ ഡൺലപ്പ് ആണ് ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
നമ്മൾ ഇന്ന് അപ്രോച്ചുകളാണ് എടുത്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നോട്ട് ചെയ്യേണ്ടതൊക്കെ നോട്ട് ചെയ്തിരുന്നോ? ബൈഹാർട്ട് പഠിക്കാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോവാം. ഓക്കെ, ഓരോ രീതിയിലാണ് സമീപനങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം. അയച്ചിട്ട് പോരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, ബൈ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.